ലുക്മാൻ്റെയും എല്ലാവരുടെയും ക്ലൈമാക്സിൽ എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു. ബ്ലൗസിന്റെ എക്സ്പീരിയൻസോ ഇപ്പൊ എവിടേക്ക് നോക്കണ്ടേ? അല്ല, അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല. നമ്മൾ അങ്ങനെ കുറച്ച് ആലോചിച്ച് എഴുതി എന്തോ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. ഒന്നുറപ്പാണ്, മലയാളത്തിന് പുതിയൊരു ഫൈറ്റ് മാസ്റ്ററെ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ ചെമ്പൻ വിനോദിൻ്റെ ഒരു തീപ്പൊള്ളി ഐറ്റമാണ് ഈ അഞ്ചക്ക കോക്കൻ പൊറോട്ട്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് വേണ്ട ഒരു പോലീസ് ക്രൈം ത്രില്ലർ എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മുടെ ലുക്മാൻ അലിയൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ ആചാര്യ. അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഉഗ്രം പടം, മേക്കിംഗ് ഉഗ്രനാണ്. LGP പടം പോലെ ഇരിക്കും. ആക്ഷൻ പ്രത്യേക ടൈപ്പാണ്. ചെമ്പൻ വിനോദ് തകർത്തുണ്ട്. ഇത് വലിയൊരു ഹിറ്റായിരിക്കും. രോമാഞ്ചല പോലെ സർപ്രൈസ് ഹിറ്റായിരിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നാവും. ചെമ്പൻ വിനോദ് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. വളരെ എൻഗേജിങ് ആണ്. ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. ക്ലൈമാക്സ് കാന്താര ആ സ്റ്റൈലിൽ വരുന്നത് ഭയങ്കര മേക്കിംഗ് ആണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ വരുമോ. ഒരു LGP പടം കാണുള്ളിരിക്കും. എല്ലാം കൊണ്ട് ആക്ഷൻ പ്രത്യേകിച്ച് എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ചെമ്പൻ വിനോദ് തകർത്തും പുള്ളിയുടെ ബ്രദറും തകർന്നു. മലയാള സിനിമയിൽ ഒരു പുതിയൊരു ജോണറാണ് ഇത് വന്നേക്കുന്നത്. എല്ലാവരുടെ ആക്ടിംഗ് ആണെങ്കിലും മേക്കിംഗ് പാറ്റേൺ ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും എല്ലാം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അടിപൊളിയാണ്. ലുക്ക് അടിപൊളിയാണ്. അതെ 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 നിങ്ങൾ LGP പോയിട്ട് കാണാൻ, എല്ലാ ഓഡിയൻസ് പോയിട്ട് കാണാൻ, കണ്ടിട്ട് പറയാം ഇങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. നിങ്ങൾ ഏതൊരു സിനിമ കണ്ടോ? എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളൊക്കെ കണ്ടോ? എങ്ങനെ തോന്നി? താങ്ക് യു. ശരി. അടിപ്പടം എന്നൊരൊറ്റ ജോണറിൽ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗംഭീര പടമാണ്. അത് ഉല്ലാസിന്റെ പടമാണ്. നല്ല പടമാണ്. ഗംഭീരമായിട്ടുണ്ട്. ഉല്ലാസിന്റെ തുടക്കം എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. പ്രേക്ഷകരാണ് ബാക്കി പറയേണ്ടത്. അയ്യോ, പ്ലീസ് പോയിട്ട് ഉറപ്പായിട്ടും കണ്ടിട്ട് പറ. നിങ്ങൾ നല്ല ഫൈറ്റ് വയലൻസ് പരിപാടി, നല്ല പരിപാടിയാണ്. നിങ്ങൾ പോയിട്ട് കാണാൻ. എനിക്ക് ഇപ്പം ജസ്റ്റ് ഇറങ്ങിയതുകൊണ്ടേ ഓക്കെ. ഇല്ല, ഇപ്പോൾ ഓബ്വിയസ്ലി ഇത് ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ആ ഇൻ്റർവ്യൂടെ സമയത്ത് തന്നെ ഫസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഓബ്വിയസ്ലി സെറ്റിൽ തന്നെ അത് നോർമലായതാണ്. ഹാപ്പിയാണ്, ഓബ്വിയസ്ലി ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ജസ്റ്റ് ഇപ്പം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അതെ, പക്ഷെ ആ ജോണറൊന്നുമല്ല. പക്ഷെ ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മേക്കിംഗ് ഓസം. അതും ഉല്ലാസിന് കൈയടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടീം ഡെവലപ്പ് ചെയ്തിട്ട് തിയേറ്ററിൽ ഇവർ പ്രമോഷൻ കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക്. കാരണം മലയാളത്തിൽ ഇമാതിരി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലത്. അതുകൊണ്ട് തിയേറ്റർ വാച്ചബിൾ തന്നെയാണ്. ഡോൺ അങ്ങനെ ലിജോയുടെ മേക്കിംഗ് സ്റ്റൈൽ വേറെയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല. കാലഘട്ടത്തിൻ്റെ ബേസ്ഡ് ചെയ്തിട്ട് അത് പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണത് നമ്മൾ വിടുതലയും ജിഗർദാണ്ടയൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ജോണർ അതല്ല. പക്ഷേ ഇത് മേക്ക് ചെയ്തേക്കുന്ന രീതി, ഇതിൻ്റെ BGM, ഇതിൻ്റെ എവരി ഏരിയ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. ഇല്ല, അതുമായിട്ടൊന്ന് കമ്പാരിസണേ ഇല്ലാത്തതോടാണ്. മലയാളത്തിൽ ഇങ്ങനെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതാണ് ഫൈനലി പറയാനുള്ളത്. സൂപ്പർ. നല്ല പെർഫോമൻസുകളുണ്ട്. ആക്ടേഴ്സ് ഒന്നിനോടൊന്ന് മെച്ചമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുമോ എന്നുള്ള പേടിയുണ്ട്. ലുക്മാനൊന്നും പറയാനില്ല. ഗംഭീര പെർഫോമൻസുകളാണ്. പെർഫോമൻസ് കണ്ടിരിക്കണം പടത്തിൻ്റെ. അങ്ങനെ ഒരു സംഭവമാണ് എനിക്കിതിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് പടം കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, സ്പോയിലർ ആവുമോ എന്നുള്ളത്. എന്നെ ഒരുപാട് പേര് വിളിച്ചു. ഈ വർഷത്തെ തുടക്കം എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പോൾ മലൈക്കോട്ടെ വാലിബനാണെങ്കിലും ബ്രഹ്മയുഗാണെങ്കിലും കടകൻ, ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ട് അഞ്ചക്കള്ള കോക്കാനിൽ വന്നിരിക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി മതി. ഓക്കെ, താങ്ക് യു. ഇത്രയും ഞാൻ ഇതിൽ റോള് ചെയ്യുന്നുണ്ട്. അമ്മവേഷമാണ് ചെയ്ത് പൊറോട്ടുകാരിയായിട്ട്. അപ്പോൾ എല്ലാവരും കാണണം. നല്ല ജെന്യൂനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. എൻ്റെ അമ്മോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എടുത്തു പറയണത് മേക്കിംഗ്. അഞ്ചേക്കൊക്കെ മേക്കിംഗ് ഒരു രക്ഷയില്ല. പെർഫോമൻസ്, ഷോർട്സ് എല്ലാം ഒരു പക്ക പടം. ഒരു റെട്രോ പടം എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇതിലുണ്ട്.
ആക്ഷൻസൊക്കെ ഒരു ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ചാരാ ഷാപ്പിൽ അടിയുണ്ട്. എൻ്റെ അമ്മ അതൊന്നൊന്നര ഫീൽ ആയിരുന്നു. എനിക്ക് പേരറിയില്ല, 2 പുതിയ ലൈക്ക് പയ്യന്മാരുണ്ട്, അവർ ഡാൻസ് കളിച്ചിട്ടൊക്കെ ഫൈറ്റ് ചെയ്യണം. അടിപൊളിയായിരുന്നു എല്ലാവരും പെർഫോമൻസും. ചെമ്പ വിനോദായാലും ലുക്മാനായാലും എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. ഒരു കിണ്ണം കാച്ചി ഡയറക്ടറാണ് നമുക്ക് കിട്ടിയേക്കണത്. പൊളി മേക്കിംഗ് ആണ്. തിയേറ്ററും മസ്റ്റ് വാച്ച് ആണ് എക്സ്പീരിയൻസ്. BGM എടുത്തു വേണമെന്ന് എനിക്ക് ചെയ്യാനുള്ള പേരില്ല. പ്രത്യേകിച്ച് ക്രെഡിറ്റ്സ് ചെയ്ത് കാണിക്കുമ്പോൾ മ്യൂസിക്കും എല്ലാം ക്ലൈമാക്സ് ഒരു 20 മിനിറ്റിലുള്ള BGM എല്ലാം പക്ക പടം. എനിക്കൊരു ഐ എം വെരി എക്സൈറ്റഡ്. അടിപൊളി പടം. കണ്ടു, നല്ല രസമുണ്ട്, എൻജോയ് ചെയ്തു. സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ല രസമുണ്ടായി. മൊത്തത്തിൽ ഒരു വെറൈറ്റി ടോപ്പിക്കായിട്ട് തോന്നി. എല്ലാവരും അടിപൊളി. പോലീസ് സ്റ്റേഷൻ മൊത്തം തകർത്തല്ലോ. മൊത്തം രസമുണ്ടായി. വർത്താനം പറയാതെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടപ്പോൾ ആളുകളൊക്കെ കൈയടിച്ചില്ല. അപ്പോൾ അങ്ങനെ സന്തോഷം. എന്തായാലും പടം ഹിറ്റാവുന്ന ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. അറിയില്ല, ഇതിപ്പോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുള്ളൂ, അല്ലാണ്ട് നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലോ. അങ്ങനെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. യെസ്. വേറെ അങ്ങനെ ടഫായിട്ട് തോന്നിയില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കണ്ടോ?